വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. മമ്മൂട്ടി തന്നോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് കെ റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമങ്ങളും വലത് സൈബറിടങ്ങളുമാണ് വിഷയം വഷളാക്കിയത്. മമ്മൂട്ടി തന്നോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചുവെന്നും റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, വലിയ വിവാദവാക്കിയായി മാറ്റിയിരുന്നു. എന്തായാലും ഈ വിവാദത്തിൽ ഇപ്പോൾ ഒരു അവസാനമാവുകയാണ്. റഫീഖിന്റെ പോസ്റ്റോട് കൂടി തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്നാണോ റഫീഖ് പറയുന്നത്? മാത്രമല്ല, കുറച്ചു മുൻപ് മമ്മൂട്ടി റഫീഖിനെ നേരിട്ട് വീഡിയോ കോളിലടക്കം വിളിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. തീർച്ചയായും റോഷ്നി, അല്പം മുമ്പ് നമ്മൾ പ്രേക്ഷകരെ അറിയിച്ച ഒരു കാര്യം തന്നെയാണ്. റഫീഖ് അത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി ഒരുക്കിയ ടൗൺഷിപ്പിലെത്തിയത് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന, അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം അവിടെ പരിപാടിക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് താൻ അവിടെ എത്തിയത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ്. അത് തിരക്കും ബഹളവുമൊക്കെ മമ്മൂട്ടിക്ക് അലോസരമാകും എന്നുള്ള നിലയിൽ ജാഗ്രതയോട് കൂടിയാണ് താൻ ഇടപെട്ടത്. പക്ഷേ അത്തരം ഇടപെടലുകൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാം എന്ന ഒരു കൺസേൺ ആണ് മമ്മൂട്ടി തന്നോട് പങ്കുവച്ചത്. അതിൽ മോശമായിട്ടൊന്നും തന്നെയില്ല, അല്ലെങ്കിൽ തന്നോട് മോശമായി അദ്ദേഹം പെരുമാറിയിട്ടില്ല എന്നാണ് ഇപ്പോൾ റഫീഖ് പറയുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ടൗൺഷിപ്പിൽ വരുന്ന എല്ലാവരെയും സ്വീകരിക്കേണ്ട ബാധ്യത തനിക്കുണ്ട്. എപ്പോഴും അത് തങ്ങളുടെ രീതിയാണ്. മമ്മൂട്ടി വരുന്നതിന് തൊട്ട് മുൻപ് അവിടെ CPMന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബി വന്നിരുന്നു. MA ബേബിയെയും ഇതേപോലെ തന്നെ റഫീഖാണ് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുകയും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെയാണ് മമ്മൂട്ടി വന്നപ്പോഴും താൻ അവിടെ എത്തിയത്. പക്ഷേ അത് മറ്റൊരു രീതിയിൽ വായിക്കപ്പെട്ടേക്കാം എന്ന ഒരു കൺസേൺ ആണ് മമ്മൂട്ടി തന്നോട് പങ്കുവച്ചത്. അത് മമ്മൂട്ടി തന്നെ, ഈ ഒരു വിവാദമുണ്ടായി, സൈബർ ബുള്ളിങ് ഉണ്ടായതിനു ശേഷം മമ്മൂട്ടി തന്നെ തന്നോട് നേരിൽ വിളിച്ച് ഇക്കാര്യങ്ങൾ സംസാരിച്ചു എന്ന് വിശദമായി തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ റഫീഖ് പറയുന്നുണ്ട്. അത് ചില മാധ്യമങ്ങളും ചില വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചതാണ്, തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ് വിഷയം ഈ നിലയിൽ വഷളാക്കിയത് എന്നുകൂടി റഫീഖ് പറയുന്നു. അതോടൊപ്പം തന്നെ വൈകാരികമായി വിഷയത്തിൽ പ്രതികരിച്ച എല്ലാവരുടെയും ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു എന്നുകൂടി റഫീഖ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലും മാനവികതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്ത ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഈ വയനാട് ടൗൺഷിപ്പിൻ്റെ അതിൻ്റെ തിളക്കം കുറയ്ക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ച പോകരുത്. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ ആവശ്യപ്പെടുന്നു, ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം മമ്മൂട്ടി അവിടെ എത്തിയത് അതിലാവണം ആ പോസിറ്റീവ്. വലിയ തിരക്കുകൾക്കിടയിലും, നേരത്തെ P രാജീവും പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ്, വലിയ തിരക്കുകൾക്കിടയിലും വയനാട്ടിലെ ഈ ടൗൺഷിപ്പിലേക്ക് എത്താൻ സമയം കണ്ടെത്തിയ മമ്മൂട്ടിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യണം. ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം. മമ്മൂട്ടി ലോക മലയാളി ബഹുമാനിക്കുന്ന ഒരു മഹാനടനാണ്. അദ്ദേഹം തന്നെ തന്നോട് താൻ മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മമ്മൂട്ടി തന്നെ തന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിപ്പിക്കണം എന്നാണ് റഫീഖ് പറയുന്നത്. അതോടൊപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദുരന്ത ജീവിതം താറുമാറാക്കിയ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞാൽ പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്താണ് തടസ്സം എന്ന് കുറിച്ചുകൊണ്ടാണ് റഫീഖ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.